കേന്ദ്ര ബജറ്റിൽ റെയിൽവേക്ക് നയാ പൈസയുടെ വർധനയില്ല. പ്രതിവർഷം റെയിൽവേ വികസനത്തിലുള്ള മുതൽ മുടക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന കീഴ്വഴക്കത്തിനും അങ്ങനെ മോദി സർക്കാർ അന്ത്യം കുറിച്ചു. റെയിൽവേക്ക് മൂലധന ചെലവിനായി അനുവദിച്ച വിഹിതത്തിൽ നയാ പൈസയുടെ വർധനവില്ല. 2.65 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ ബജറ്റിൽ റെയിൽവേയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചതെങ്കിൽ അതേ വിഹിതം തന്നെയാണ് ഇക്കൊല്ലവും ബജറ്റിൽ വകയിരുത്തിയത്. 5% പണപ്പെരുപ്പ നിരക്ക് കണക്കിലെടുക്കുമ്പോൾ റെയിൽവേയുടെ വിഹിതത്തിൽ അത്രയും തന്നെ ഇടിവുണ്ടായിട്ടുണ്ട് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. റെയിൽവേ വികസനത്തിനായി 2025-26 ബഡ്ജറ്റിൽ 3 ലക്ഷം കോടിയെങ്കിലും അനുവദിക്കുമെന്നായിരുന്നു പൊതുവിൽ പ്രതീക്ഷ. 2025ഓടെ 400 വന്ദേ ഭാരത് ട്രെയിനുകൾ, റെയിൽ സുരക്ഷ ഉറപ്പാക്കുന്ന കവച് സംവിധാനം, 2000 കിലോമീറ്റർ ദൂരം റെയിൽ പാളത്തിൽ ഉറപ്പുവരുത്തുക, തുറമുഖം, കൽക്കരി, സിമന്റ്, ഭക്ഷ്യധാന്യം, ഉരുക്ക് തുടങ്ങിയ നിർണായക ചരക്കുകളുടെ നീക്കത്തിനായി പ്രത്യേക പശ്ചാത്തല സൗകര്യ പദ്ധതികൾ, 4000 സാധാരണ ട്രെയിൻ ബോഗികളെ വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് ഉയർത്തൽ തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. എന്നാൽ വെറും 75 വന്ദേ ഭാരത് ട്രെയിനുകളാണ് യാഥാർത്ഥ്യമായത്. കവച് സംവിധാനം 1400 കിലോമീറ്റർ ദൂരം പിന്നിട്ടപ്പോൾ അതും നിർത്തിവെച്ചു. റെയിൽവേ വികസന പ്രവർത്തനങ്ങളെയും സുരക്ഷിത യാത്ര ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളെയും കേന്ദ്ര ബജറ്റിലെ അവഗണന ബാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്.